അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ചോക്ലേറ്റ് കേക്കാണ്, കിറ്റ്കാറ്റ് ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഇതുപോലൊരു ചായക്കപ്പിലാണ് കേക്കിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പാല്, 1 കപ്പ് പഞ്ചസാര, അതേ കപ്പിന് 1/4 കപ്പ് ഓയിലാണ് എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒരല്പം കാപ്പി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ കാപ്പിപ്പൊടി 2 ടീസ്പൂൺ ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി എടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ആദ്യം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വരുന്ന വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്കൊരു തവിയോ ഇതുപോലെ ഒരു സ്പാറ്റുല ഉണ്ടെങ്കിൽ സ്പാറ്റുല എടുത്താൽ മതിയാകും. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു വിസ്ക് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/4 കപ്പ് ഓയിലാണ്. ഏതെങ്കിലും മണമില്ലാത്ത വെജിറ്റബിൾ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ ബട്ടർ തന്നെ എടുക്കാം, മെൽറ്റഡ് ബട്ടർ എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാപ്പിയാണ്, ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് ആണ്. അതായത് 2 ടീസ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ട്, ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കി എടുത്തതാണ്. അതുകൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. മറ്റൊരു ബൗളിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മൈദ ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് മൈദയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 കപ്പ് കൊക്കോ പൗഡറും അതിൻ്റെ കൂടെ ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 2-3 പ്രാവശ്യം വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം അരിച്ചിട്ട് പിന്നെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് കുറച്ച് 1 മിനിറ്റൊക്കെ എടുത്തൊന്ന് മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ഒക്കെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഈ മൈദയുടെ കൂട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിക്കാം. അധികം ഓവർ ബീറ്റായി പോകരുത് കേട്ടോ. നമ്മൾ ഈ പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കഴിയുമ്പോൾ ഓവർ ബീറ്റായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡായിരിക്കും ഏറ്റവും നല്ലത്. പെട്ടെന്ന്, എന്നാൽ അധികം ശ്രമകരമല്ലാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി. ഇതാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. ഇതുപയോഗിച്ച് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ബാക്കി ഉള്ള പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഓവർ ബീറ്റ് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഏറ്റവും അവസാനമാണ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മുട്ട ഇവിടെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നാരങ്ങാനീര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഡയറക്ഷനിൽ മാത്രം ഇളക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ആക്ഷൻ പെട്ടെന്ന് നടന്നത് ബബിൾസ് ഒക്കെ അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അധികം പൊങ്ങി വരാതിരിക്കും. ആവശ്യത്തിന് പൊങ്ങി വരാനും കൂടെ വേണ്ടിയിട്ടാണ്. ഈ സമയം ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്കൊരു പാത്രത്തിൽ ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം, കേക്ക് ടീനിൽ ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു ബട്ടർ പേപ്പർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കേക്ക് ബാറ്റർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാരമില്ല, നമുക്ക് ഒരല്പം കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ഒരല്പം മൈദയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തട്ടിയെടുത്താൽ മതിയാകും, എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 40 മുതൽ 50 മിനിറ്റ് വരെ 180 ഡിഗ്രി സെൽഷ്യസിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം വേണം നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാൻ കേട്ടോ. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കുന്ന പാത്രം ബീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ചൂടാവാതിരിക്കാനാണ് നമ്മളിങ്ങനെ തണുത്ത ഐസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ പാത്രത്തിൽ ഒരു തരത്തിലോ ഓയിലോ വെള്ളമോ ഒന്നും ഉണ്ടാവരുത്. ഈ പാത്രവും ഈ ബീറ്ററിൻ്റെ ഇതും നമ്മളിതൊന്ന് ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് തിക്ക് ക്രീമാണ്. ഞാനിവിടെ 2 കപ്പ് തിക്ക് ക്രീം എടുത്തിട്ടുണ്ട്. ഈ തിക്ക് ക്രീമും നന്നായി തണുത്തതായിരിക്കണം. ചില്ലറിൽ വെച്ച് നല്ല ചില്ലായിട്ടിരിക്കുന്ന തിക്ക് ക്രീം ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ബീറ്റർ വെച്ചിട്ട് ആദ്യം ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം ഒന്ന് ഡബിൾ സൈസായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഐസിങ് ഷുഗർ ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും. ഐസിങ് ഷുഗർ ആകുമ്പോൾ ഒരല്പം കൂടെ സ്റ്റിഫ്നെസ് കിട്ടാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഐസിങ് ഷുഗർ തന്നെ ഉപയോഗിക്കുന്നത്. മധുരത്തിന് ആവശ്യത്തിന് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അത് മറക്കരുത്. കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ബീറ്റായി കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഫ്രോസ്റ്റിംഗ് ഒന്ന് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഗനാഷ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമോ തിക്ക് ക്രീമോ ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമിന് 2 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ചിപ്സിന് പകരം വേണമെങ്കിൽ ചോക്ലേറ്റ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് പൗഡർ ചേർക്കുമ്പോൾ നമ്മൾ ഒരല്പം കൂടെ അളവ് കൂട്ടി ചേർക്കണം. ഞാൻ മധുരമുള്ള ചോക്ലേറ്റ് ചിപ്സ് ആണ് എടുത്തിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ പഞ്ചസാര ചേർക്കുന്നില്ല. പഞ്ചസാര വേണമെങ്കിൽ മധുരം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഒരല്പം കൂടെ ഷുഗർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചോക്ലേറ്റ്സ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കണം. ഒന്ന് തണുത്ത് വന്നോട്ടെ. ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ, ഗനാഷ്. അപ്പോൾ നമ്മൾ ഇനി കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഷുഗർ സിറപ്പാണ്. 1/2 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് മെൽറ്റാക്കി എടുത്തതിന് ശേഷം അത് തണുപ്പിച്ചെടുത്തതാണത്. നമ്മുടെ കേക്കിൻ്റെ സൈസൊക്കെ ഒന്ന് വട്ടം ഒന്ന് കുറച്ചിട്ട് ലെയറായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടെ കാണിക്കാതിരുന്നത് നമ്മുടെ വീഡിയോ കൂടുതൽ ലെങ്തി ആയി പോകും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ആദ്യം കേക്ക് ബോർഡിലേക്ക് ഒരല്പം ക്രീം ഇതുപോലെ വെച്ച് കൊടുക്കാം. തെന്നിപ്പോകാതിരിക്കാനാണ് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കുന്ന കേക്ക് തെന്നിപ്പോകാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കേക്കിൻ്റെ മോയ്സ്ചർ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് 2 ദിവസം ഇരുന്നാലും അത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് നമ്മൾ തയ്യാറാക്കിയിരുന്ന ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം കിറ്റ്കാറ്റ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ വെക്കാം. വീണ്ടും നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കേക്ക് ഒന്ന് നനഞ്ഞു വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വീണ്ടും ക്രീം അപ്ലൈ ചെയ്യാം. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ക്രീം ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കിറ്റ്കാറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. കിറ്റ്കാറ്റിന് പകരം വേണമെങ്കിൽ ഷ്രെഡ് ചെയ്ത ചോക്ലേറ്റും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ 3ാമത്തെ ലെയറും ഇതേപോലെ തന്നെ ചെയ്യാണ്. ഷുഗർ സിറപ്പ് ആഡ് ചെയ്തു. നമ്മൾ 3 ലെയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ.
അതിന് മുകളിൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തു. ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ സൈഡിലേക്കും ക്രീം ഒന്ന് തേച്ച് കൊടുക്കണം. ബാക്കി ക്രീം നമുക്ക് സൈഡിലേക്കും കൂടെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിച്ചമുള്ള ക്രീമെല്ലാം മൊത്തം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മിച്ചം ഉള്ളതെല്ലാം അപ്ലൈ ചെയ്തു, സൈഡിലും മുകളിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. തണുക്കാനായിട്ട് വെക്കണം. അതിന് ശേഷമാണ് ഗനാഷ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിന് മുകളിൽ കുറച്ച് കിറ്റ്കാറ്റ് കൂടി ഇട്ട് ഞാൻ ഗനാഷ് ഒഴിച്ചു കൊടുത്തു. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അത് കട്ടായിപ്പോയി. അപ്പം അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഗനാഷ് ഒഴിച്ചത് സ്വല്പം ലൂസ് കൺസിസ്റ്റൻസിയാണ് ഗനാഷിനുള്ളത്. സൈഡിലേക്ക് ഒഴുകിയതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് M&M ചോക്ലേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ സൈഡിൽ നമ്മൾ കിറ്റ്കാറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് ബർത്ത്ഡേക്ക് വേണ്ടി തയ്യാറാക്കിയതായതുകൊണ്ട് എനിക്കിത് കട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കിറ്റ്കാറ്റും ഇതുപോലെ ഒന്ന് സൈഡിൽ വെച്ച് കൊടുക്കാം. അപ്പം ഗനാഷൊക്കെ ഉള്ളതുകൊണ്ട് കിറ്റ്കാറ്റ് ഒട്ടിയിരിക്കും. എങ്കിലും അതൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിബൺ വെച്ച് ഒന്നുകൂടി ഒന്ന് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിറ്റ്കാറ്റ് കേക്ക് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ